അർക്ക വെർട്ടിക്കൽ ഗാർഡൻ. മണ്ണില്ലാതെയുള്ള കൃഷിരീതികൾ ഇന്ന് ജനപ്രീതി പിടിച്ചു വരികയാണ്. ലംബരൂപത്തിൽ വ്യാപ്തി വികസിപ്പിച്ചുകൊണ്ട് പൂന്തോട്ട പരിപാലനത്തിനുള്ള ബദൽ മാർഗമാണിത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് നൽകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ടെറസിലും മറ്റും മണ്ണില്ലാതെ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ നഗരങ്ങളിലടക്കം ഇന്ന് ഇതിന് പിന്തുണ ഏറി വരികയാണ്. കേരളത്തിലും ഈ കൃഷിരീതികൾക്ക് സ്വാധീനമേറി വരികയാണ്. ഇത് കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു പദ്ധതിയാണ് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ. സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ നേതൃത്വത്തിലാണ് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ എന്ന പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന പ്രകാരം ബംഗളൂരുവിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് രൂപകൽപ്പന ചെയ്ത വികസിപ്പിച്ചെടുത്ത യൂസർ ഫ്രണ്ട്ലി വെർട്ടിക്കൽ ഗാർഡൻ ഘടനകളെ ജനകീയമാക്കുക എന്ന ഉദ്ദേശവും ഇതിനുണ്ട്. ജനങ്ങൾക്ക് പോഷക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷിതമായി കഴിക്കാവുന്ന പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ പദ്ധതി നമ്മളെ സഹായിക്കും. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ പരിശോധിക്കാം. പുഷ്പങ്ങൾക്കും പച്ചക്കറികൾക്കുമടക്കം പലതിനും 6 മടങ്ങ് വിളവ് സ്വീകരിക്കാൻ സാധിക്കും. തക്കാളി, വഴുതന, മുളക്, ചീര എന്നിവ ഉൾപ്പെടെയുള്ളവ കൃഷി ചെയ്യാനും സാധിക്കും. ഒരു ചതുരശ്ര മീറ്റർ അടിത്തറയിൽ 4 തലങ്ങളിലായി 16 പ്ലോട്ടുകൾ, 25 ലിറ്റർ ജലസംഭരണി എന്നിവ ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ഘടന. ഡ്രിപ്പ് ഇറിഗേഷൻ, കുറഞ്ഞ ജലവിനിയോഗം, രാസവള നിയന്ത്രണം എന്നിവയും പ്രധാന സവിശേഷതയാണ്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ്? അർക്ക വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒരു യൂണിറ്റിന് ആകെ ചെലവ് വരുന്നത് 22,100 രൂപയാണ്. യൂണിറ്റിൻ്റെ സബ്സിഡി തുകയായി 15,525 രൂപ ലഭിക്കുന്നു. ഗുണഭോക്തൃ സംഭാവനയായി യൂണിറ്റിന് 6,575 രൂപയാണ് ചെലവ് വരുന്നത്. പദ്ധതിയുടെ ഭാഗമായി താഴെ പറയുന്ന സഹായങ്ങളും സർക്കാർ നൽകുന്നുണ്ട്. ഒരു ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു യൂണിറ്റ് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഘടന സ്ഥാപിക്കാൻ സാധിക്കും. ചെടികൾ സമ്പുഷ്ടമായി നടുന്നതിന് ചകിരിച്ചോർ ഉൾപ്പെടെ 80 ഗ്രാം ഭാരമുള്ള 4 നിരകളുള്ള 16 ചട്ടികൾ ലഭിക്കും. ചീര, മുളക്, വഴുതന, ക്ലസ്റ്റർ പയർ തുടങ്ങിയ വിവിധ വിളകളുടെ വിത്തും ലഭിക്കും. സസ്യപോഷണ സംരക്ഷണ വസ്തുക്കൾ ലഭ്യമാകും. 25 ലിറ്റർ വെള്ളം സംഭരിക്കാനുള്ള സൗകര്യവും ഇതിനൊപ്പം നൽകും. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റവും ഇതിനൊപ്പം ലഭിക്കും. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ചക്രങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഘടന. അർക്ക വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയുള്ള യോഗ്യതകൾ പരിശോധിക്കാം. ഈ പദ്ധതിയിൽ പങ്കെടുക്കാൻ യോഗ്യത നേടുന്നതിന് ചില മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതുണ്ട്. പ്രധാനമായും കേരളത്തിൽ താമസിക്കുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. ഒരു കുടുംബത്തിന് 1 യൂണിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. അപേക്ഷകർ ആധാർ നമ്പറും സമർപ്പിക്കേണ്ടതുണ്ട്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തിയായിരിക്കണം. ഒരു കുടുംബത്തിന് 1 യൂണിറ്റ് മാത്രമാണ് ലഭിക്കുക. അപേക്ഷയ്ക്ക് ആധാർ നമ്പറും ആവശ്യമാണ്. സാമ്പത്തിക പരിമിതികളൊന്നുമില്ലെങ്കിലും യൂണിറ്റിൻ്റെ ശേഷിക്കുന്ന ചെലവ്, അതായത് 6,575 രൂപ അപേക്ഷകർ നൽകേണ്ടതുണ്ട്. അപേക്ഷകൻ കഴിഞ്ഞ വർഷം അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഘടന ഉപയോഗിച്ചിട്ടുണ്ടാകരുത് താനും. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. പദ്ധതിക്ക് ആവശ്യമായ രേഖകൾ പരിശോധിക്കാം. കേരളത്തിൽ താമസിക്കുന്നതിൻ്റെ തെളിവും ആധാർ നമ്പരുമാണ് നൽകേണ്ടത്. ആധാർ നമ്പർ ഇൻസ്റ്റലേഷൻ സമയത്ത് സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷാ നടപടിക്രമം പരിശോധിക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. രജിസ്ട്രേഷൻ പ്രക്രിയയുടെ ഘട്ടം ഘട്ടമായി തന്നെ പരിശോധിക്കാം. ഘട്ടം 1, സർവീസ് പ്ലസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൻ്റെ മുകളിൽ വലത് കോണിൽ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഘട്ടം 2, രജിസ്ട്രേഷൻ ഫോമിൽ മുഴുവൻ പേര്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പാസ്വേഡ്, സംസ്ഥാനം, ക്യാപ്ച കോഡ് എന്നിവ നിർബന്ധമായും പൂരിപ്പിക്കുക. OTP വഴി ഇമെയിൽ IDയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുക. ഘട്ടം 4, പാസ്വേഡ് തയ്യാറാക്കുക. ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പാസ്വേഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. ഘട്ടം 5, സർവീസ് പ്ലസിൻ്റെ വെബ്സൈറ്റിൽ വിവരിച്ചിരിക്കുന്ന ഉപയോഗ നിബന്ധനകൾ പാലിക്കുമെന്ന് ഉറപ്പാക്കുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷാ നടപടിക്രമം. ഘട്ടം 1, സർവീസ് പ്ലസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വീണ്ടും സന്ദർശിക്കുക. ഹോം പേജിന് മുകളിൽ വലത് കോണിൽ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ IDയും പാസ്വേഡും നൽകി സർവീസ് പ്ലസിൻ്റെ വിവരിച്ചിരിക്കുന്ന ഉപയോഗ നിബന്ധനകൾ പാലിക്കുമെന്ന് അംഗീകരിക്കുക. തുടർന്ന് ലോഗിൻ ചെയ്യുക. ഘട്ടം 2, ലോഗിൻ ചെയ്ത ശേഷം സേവനങ്ങൾക്കായി അപേക്ഷിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭ്യമായ എല്ലാ സേവനങ്ങളും പരിശോധിക്കുക എന്നതിലും ക്ലിക്ക് ചെയ്യുക.
ലഭ്യമായ എല്ലാ സേവനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഇപ്പോൾ കാണിക്കും. സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ സ്കീമിൻ്റെ പേര് അനുസരിച്ച് സേവനങ്ങൾ ഫിൽട്ടർ ചെയ്തെടുക്കാം. ഘട്ടം 3. നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കീമിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സ്കീമിൻ്റെ ഓൺലൈൻ അപേക്ഷാ ഫോമിലേക്ക് കൊണ്ടുപോകും. ഫോമിൽ എല്ലാ നിർബന്ധിത ഫീൽഡുകളും പൂരിപ്പിക്കുക. ക്യാപ്ച കോഡ് പൂരിപ്പിക്കുക. തുടർന്ന് അപേക്ഷ സമർപ്പിക്കാൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ മോഡ് വഴി അപേക്ഷയുടെയും യൂണിറ്റിന് 6575 രൂപ എന്ന ഗുണഭോക്തൃ സംഭാവനയും മുൻകൂട്ടി അടയ്ക്കുക. അപേക്ഷ ശേഷമുള്ള പ്രക്രിയകൾ ഇങ്ങനെ. ഘട്ടം 1. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻഗണനാ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കളെ വിവരം അറിയിക്കും. ഘട്ടം 2. അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഘടന വിതരണം ചെയ്യുമ്പോൾ ഗുണഭോക്താവ് ഇൻസ്റ്റലേഷൻ സൈറ്റിൽ ഉണ്ടായിരിക്കണം. ഇൻസ്റ്റലേഷൻ സമയത്ത് ആധാർ നമ്പർ സഹിതം പൂരിപ്പിച്ച അപേക്ഷാ ഫോം സമർപ്പിക്കേണ്ടതുണ്ട്. ഘടന ഇൻസ്റ്റാൾ ചെയ്ത് ഗുണഭോക്താവിൻ്റെ സ്ഥലത്ത് സ്ഥാപിക്കും.